പുറപ്പാട് ദിവസം 12-ാം അധ്യായം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്നൊരു നിയമം, പെസഹ എന്ന് പറയുന്ന നിയമം. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്തൊരു ആട്ടിൻകുട്ടിയെ. ഈ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ പുരട്ടണമെന്നുള്ള ദൈവത്തിൻ്റെ ആ നിയമം അനുസരിപ്പാൻ ഇസ്രായേൽ മക്കൾ ബാധ്യസ്ഥരായി. വായിക്കാം 12-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. യഹോവ മിസ്രീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും, എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയില്ല. ഇതൊരു പ്രോമിസ് വേണം കേട്ടോ. എൻ്റെ മേലും നിങ്ങളുടെ മേലും കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്. ആ യേശുവിൻ്റെ രക്തം എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉള്ളത് കൊണ്ടാണ് പൈശാചിക ശക്തികൾക്ക് തൊടാൻ കഴിയാത്തത്. അത് അദർശ്യ മേഖല, അത് ആത്മമണ്ഡലത്തിലാണ്. അന്ധകാര മണ്ഡലങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. നിങ്ങളിവിടെ നോക്കിയേ, ഒരു വലിയ ബാധ ദൈവം അയക്കാൻ പോകുകയാണ്. മിസ്രൈമിൽ അവർ പാർക്കുന്നത്. സംഹാരദൂതൻ്റെ ബാധ മിസ്രൈമിൽ എല്ലായിടങ്ങളിൽ കടന്നു പോകും. പക്ഷേ കഴിഞ്ഞ നിമിഷം വരെ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നാൽ ഇന്ന് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എങ്ങനെ? ദൈവം പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കുന്നതിലൂടെ. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം എന്നൊക്കെ എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നത് ചുമ്മാതല്ല കേട്ടോ. ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്, ദൈവത്തിൻ്റെ പുതിയ നിയമത്തിലെ ഉപദേശവും. അത് ചെയ്തേ പറ്റൂ. പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത ഉപദേശം കണ്ടോ? സംഹാരം വരുക. നിൻ്റെ വീട് എത്ര വലിയ മണിമാളികയായാലും രക്തത്തിൻ്റെ അടയാളം കട്ടളക്കാലിന്മേലില്ലെങ്കിൽ, കുറുമ്പടിമേലില്ലെങ്കിൽ കയറിയിരിക്കും, ആദ്യജാതനെ സംഹരിച്ചിരിക്കും. നിന്റെ വീട് ഒരു കുടിലാണെങ്കിലും ചെറിയൊരു കൂടാരമാണെങ്കിലും അതിൻ്റെ ആ വാതിക്ക കട്ടളയുടെ മേൽ, കുറുമ്പടിയുടെ മേൽ ആടിൻ്റെ രക്തം പുരട്ടുന്നുണ്ടോ, ഉറപ്പായിട്ടും അതിനകത്തോട്ട് സംഹാരം കയറത്തില്ല. യെസ്, ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെയൊക്കെ അനുഭവമല്ലേ ദൈവമക്കളെ അത്? എൻ്റെ നിങ്ങളുടെയൊക്കെ ഉറപ്പല്ലേ അത്? യേശു കർത്താവിൻ്റെ രക്തം അത്രയ്ക്ക് ഭയങ്കരമായ രക്തമാണ്. പഴയ നിയമത്തിൽ രക്തം ഉണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. പ്രതികാരത്തിനായി നിലവിളിക്കുന്ന ഹാബേലിൻ്റെ രക്തം, നാബോത്തിൻ്റെ രക്തം, പല രക്തം. എന്നാൽ പുതിയ നിയമത്തിലെ രക്തം ഏതാണെന്നറിയാമോ? ക്ഷമിക്കണമേ എന്ന് പറയുന്ന പുണ്യാഹ രക്തം. അത് യേശുവിൻ്റെ രക്തമാണ്. ആ യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് പിതാവ് നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നത്. യെസ്, ഹല്ലേലൂയ. നോക്കിയേ, രക്ത ഉടമ്പടിയിലൂടെ ഈ ജനം പുറപ്പെടുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതെ, എനിക്ക് നിങ്ങൾക്കും ഒരു പുറപ്പാടുണ്ട്. എങ്ങോട്ടാണെന്നറിയോ? നിത്യതയിലേക്കുള്ള പുറപ്പാട്. ആ പുറപ്പാടിൽ ദൈവം യോഗ്യതയായിട്ട് കണക്കാക്കുന്നത് വെള്ളവസ്ത്രം ഇട്ടോന്നല്ല, മീശ വടിച്ചോന്നല്ല, മറ്റു ലോകത്തിലെ ഈ ഭൂമിയിൽ മറ്റു പലരും പറയുന്നല്ല. പിന്നെയോ എൻ്റെ രക്തത്തിൻ്റെ, എൻ്റെ പുത്രൻ്റെ രക്തത്തിൻ്റെ ആ സംരക്ഷണമുണ്ടോന്നുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും അതുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ പരാജയപ്പെടത്തില്ല. നിത്യ യുഗങ്ങൾ കർത്താവിനോടൊപ്പം ആ വാഗ്ദത്ത പറുദീസയിൽ, നമുക്ക് വാഗ്ദത്ത കനാനിൽ നമുക്കായിരിക്കാൻ ഇടയായിത്തീരും. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും അതിൻ്റെ ഭാഗവാക്കാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ വിലയെക്കുറിച്ച് പ്രഭാതി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ദൈവം ഞങ്ങൾക്ക് വെക്കുന്ന വ്യവസ്ഥകളിൽ കർത്താവേ, രക്ത ഉടമ്പടി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ആ ഉടമ്പടിയുടെ ഭാഗമാകാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർത്തത് സ്തോത്രം. ഞങ്ങളുടെ രക്തം വീഴേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി വീണ പുണ്യാഹ രക്തത്തിനായി നന്ദി. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും സാത്താൻ്റെ സകലവിധ പൈശാചിക കുടില തന്ത്രങ്ങളിലും നിന്നും വിടുവിക്കുന്ന ദൈവപ്രവൃത്തിയുടെ കരത്തിൻ്റെ വല്ലഭത്വം കാണുവാനിടയാകട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23.
ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.